അപ്പോൾ ഇനി ചികിത്സയെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നതെന്നുള്ളൊരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മറ്റ് റിസൾട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി 15 ദിവസം കഴിഞ്ഞതിന് അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. തിരിച്ചു പോകുന്ന 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നീ ഭയപ്പെടേണ്ട, ഇവിടെ ഒരു ദിവസം വരിക, നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ മാധ്യമപ്രവർത്തകർ വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോലും എന്താ പറയുന്നത് എനിക്കറിയില്ല, വളരെ അദ്ദേഹം തന്നെ വളരെ ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അത് വളരെ ഭയാനകമായ ഒന്നാണ്. കാരണം ഒരു 4-5 മാസം മാത്രമേ അത് പിടിച്ച ഒരാൾ ജീവിച്ചിരിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ അവസ്ഥ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നും 20% അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നും ഇനി നിങ്ങൾക്ക് കീമോ ആവശ്യമില്ല എന്നും അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ 3 മാസത്തെ ഗുളികയാണ് ഞങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏകദേശം തീരാറായി. ഇനി അടുത്ത ചെക്കപ്പിന് ഞങ്ങൾ പോകേണ്ടത് അടുത്ത മാസം 14-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ശാരീരികമായി യാതൊരു അസ്വസ്ഥതകളും ഇല്ല. അപ്പോൾ ഞാൻ ദൈവത്തെ വളരെയധികം അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെല്ലുമ്പോൾ ഞങ്ങളുടെ അസുഖം പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോടുള്ള നന്ദിയും ദൈവത്തിനോടുള്ള നന്ദിയും അറിയിക്കുന്നു.